ഗൈസ് വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പുതിയ കുറച്ച് സാധനങ്ങൾ വാങ്ങി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ rs4 ഗൈസ്, അങ്ങനെ നമ്മൾ ഗൂസ്കീൻ്റെ ലെജൻഡ് S2 കഴിഞ്ഞിട്ട് നമ്മൾ rs4 എടുത്തിരിക്കുകയാണ്. കാരണം S2 ഒരു രക്ഷയില്ലാത്ത മെഷീനാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മെഷീനാണ്. അതായത് പ്രോ ലെവലിൽ 3D ചെയ്യാനാണെന്നുണ്ടെങ്കിലും എന്താ പറയുക, നോർമലി ഫ്ലൈ ചെയ്യാനാണെങ്കിലും അടിപൊളിയാണ്. നമ്മൾ അത് കഴിഞ്ഞിട്ട് നേരെ ഗൂസ്കി rs4 എടുത്തിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ അതായത് നമ്മൾ DX6E എടുത്തിട്ടുണ്ട്. അതായത് 6 ചാനൽ റിമോട്ടാണ്. സ്പെക്ട്രത്തിൻ്റെ തന്നെ പുതിയത് അതൊരെണ്ണം വാങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ NX8 നമ്മൾ നമ്മുടെ ഹെലീസ് എല്ലാം പെയർ ചെയ്തിരുന്നത്. പക്ഷേ അതിനകത്ത് ഓൾമോസ്റ്റ് തീരാറായി. ഇനി എന്തോ 2 പെയറിങ് കൂടെ പറ്റുള്ളൂ. 11 പെയറിങ് എന്തോ ഉള്ളൂ. നമ്മൾക്ക് ഇപ്പോൾ അത്യാവശ്യം നമ്മൾ 7-8 ഹെലീസ് പെയർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 8-9 ഹെലീസ് പെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ എക്സ്ട്രാ ഒരു റിമോട്ടും കൂടി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതുപോലെ തന്നെ ഗൂസ്കി rs4 മാത്രമല്ല, നമ്മൾ ഗൂസ്കി S2ൻ്റെ കുറച്ച് പാർട്സ്, അതായത് എക്സ്ട്രാ ബാറ്ററി, അതായത് S2ൻ്റെ കൂടെ വരുന്നത് ഒറ്റ ബാറ്ററി വരത്തുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ എക്സ്ട്രാ ബാറ്ററി വാങ്ങിയിട്ടുണ്ട് 2 എണ്ണം. ഒരു ബാറ്ററി അറൗണ്ട് 3000 രൂപ വിലയുണ്ട്. പിന്നെ അതുപോലെ ടെയിൽ ബ്ലേഡ്, ഇതൊക്കെ ക്രാഷ് ആയി കഴിഞ്ഞ് ഇടാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ അതേ ടെയിലിൻ്റെ അവിടെ വരുന്ന ഈ ഒരു സംഭവം. പിന്നെ അതേ മെയിൻ ബ്ലേഡ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതേ സെൻറ്റർ ഷാഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ ലിങ്കേജസ് വാങ്ങിയിട്ടുണ്ട്. കാരണം ഇതൊക്കെ ക്രാഷ് ആയി കഴിഞ്ഞാൽ ബ്രേക്ക് ആയി പോകും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സ്പെക്ട്രത്തിൻ്റെ ഒരു സാറ്റലൈറ്റ് റിസീവറും കൂടി വാങ്ങിയിട്ടുണ്ട്. കാരണം ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. കാരണം ഇത് സാറ്റലൈറ്റ് റിസീവർ വെച്ച് കഴിഞ്ഞാൽ സെറ്റപ്പ് ആവും. ഓക്കെ, അപ്പോൾ ഇത്ര സംഭവങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കൂടാണ്ട് നമ്മൾ ഒരു ലെജൻഡ് S2 കൂടി വാങ്ങിച്ചിരിക്കുകയാണ് ഗൈസ്. ഇവനെ ആദ്യം ഇങ്ങോട്ട് പുറത്തെടുക്കണം. കാരണം കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ S2ൻ്റെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? എങ്ങനെയുണ്ട് S2ൻ്റെ പെർഫോമൻസ്? ഒരു രക്ഷയില്ലാതെ പുതിയ കവറൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് സംഭവം. പുതിയ കവറൊക്കെ പൊട്ടിച്ച് കളയാൻ നല്ല രസമാണ്. നമ്മൾ സെയിം കളർ തന്നെയായിട്ട് എടുത്തിരിക്കുന്നത്. ആ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ ഗൈസ്, പുതിയ പുതിയ സാധനങ്ങൾ കൊണ്ടുവന്നത് ഇങ്ങനെ കവർ പൊട്ടിക്കുന്നത് ഭയങ്കര രസമാണ്. എന്തായാലും അവനെ അവസാനം എടുക്കാം. ആദ്യം നമുക്ക് ഇവനെ കാണിച്ചു തരാം. അപ്പോൾ ഗൂസ്കീൻ്റെ rs4, ഗൂസ്കീൻ്റെ തന്നെ ഏറ്റവും വലിയൊരു മെഷീൻ ആണ് rs4 എന്ന് പറയുന്നത്. ഇപ്പോൾ ഗൂസ്കി rs4 വെനം ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വെനം എന്തായാലും വാങ്ങുന്നുണ്ട്. നമ്മൾ ഈ rs4ൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. പിന്നെ വെനം എന്ന് പറയുമ്പോഴത്തേക്കും വെനത്തിലും ഈ പറഞ്ഞ പോലെ ബോഡിയും ഇതിൻ്റെ കിറ്റും ഇതിൻ്റെ മോട്ടറും മാത്രമാണ് വെനത്തിൽ വരുന്നത്. അതിൻ്റെ അപ്ഗ്രേഡേഷൻസൊക്കെ ഞാൻ അത് നമ്മൾ വാങ്ങുമ്പോൾ ഇതായിട്ട് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. മോട്ടർ ഭയങ്കര വ്യത്യാസമുണ്ട്. വെനത്തിൽ ഭയങ്കര പവറാണ്, പക്ഷേ ഇതിൻ്റെ മോട്ടർ രക്ഷയില്ല, പവറാണ്. ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇത് PNB വെർഷനാണ്, അതായത് പ്ലഗ് ആൻഡ് പ്ലേ. നമ്മൾ ഇത് ഫുൾ അസംബിൾ ചെയ്യണം. ഈ സാധനത്തിനകത്ത് ഹെലികോപ്റ്റർ ഇല്ല. ഇത് ഹെലികോപ്റ്റർ ഫിക്സ് ആയിട്ടല്ല വന്നിരിക്കുന്നത്. അത് ചെറുതാണെന്ന് വിചാരിക്കേണ്ട. നമ്മൾ ഫിക്സ് ചെയ്ത് വരുമ്പോൾ വലുതാവും. നമ്മൾ സെയിം ഗോബ്ലിനൊക്കെ ബിൽഡ് ചെയ്ത പോലെ നമ്മുടെ ഗോബ്ലിൻ 570 ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മോട്ടർ വരാനുണ്ട്. അപ്പോൾ അത് കാരണം അതവിടെ വെച്ചേക്കുവാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ബ്രഷ്ലെസ് ഡയറക്റ്റ് ഡ്രൈവ്, നമ്മുടെ S2ലും ഡയറക്റ്റ് ഡ്രൈവ് തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഹൈ പെർഫോമൻസ് എയറോബാറ്റിക് ഹെലികോപ്റ്റർ എന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇവനെ അൺബോക്സ് ചെയ്യാം. എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് വേറെ സംഭവം കാണിച്ചു തരാം. ഇതുണ്ടോ, ഒരു കുഞ്ഞൻ ഹെലികോപ്റ്റർ, നമ്മുടെ ഷാർക്കിൻ്റെ ഫേസൊക്കെ ആയിട്ട്, അതായത് ബ്ലേഡിൻ്റെ 130S എന്ന് പറഞ്ഞ മോഡൽ കേട്ടോ. എൻ്റെ ഫേസൊക്കെ ഉണ്ടോ, നമുക്ക് ഇങ്ങനെ കസ്റ്റമൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഡിഫൻഡർ ഇരിക്കുന്നുണ്ട്. ഗൈസ്, അപ്പോൾ ഇവനെ ഓപ്പൺ ചെയ്യുവാണ്. rs4ൻ്റെ മാനുവൽ കാര്യങ്ങളൊക്കെയാണ്. കാരണം ഈ സാധനം ഇല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിൽ പറഞ്ഞിട്ടുണ്ട്, കുറേ വാണിങ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. സംഭവങ്ങൾ ഇതൊക്കെ ഡേഞ്ചറായിട്ടുള്ള സാധനമായതുകൊണ്ട് അവരെല്ലാം ഇതിനകത്ത് പറയും. കണ്ടോ, അതെ, ഈ ടൂൾസ് കാര്യങ്ങളൊക്കെ വേണം ഇത് ബിൽഡ് ചെയ്യുമ്പോൾ. ഇത്രയും ടൂൾസ് വേണം. അതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ത്രെഡ് ലോക്ക്, ഈ ഒരു ത്രെഡ് ലോക്ക് വാങ്ങേണ്ടി വരും ഹെലികോപ്റ്ററിൻ്റെ സ്ക്രൂസ് ഇടാനായിട്ട്. കാരണം ഒരു ത്രെഡ് ലോക്ക് ചെയ്യാൻ മറന്നു കഴിഞ്ഞാൽ ക്രാഷിലോട്ട് പോകും. ഗൈസ്, ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ ബിൽഡ് ചെയ്യണം ഗൈസ്. ടാസ്ക് പിടിച്ച പരിപാടിയാണ്. അപ്പോൾ മെയിൻ വലിയ ബോക്സിങ് എടുക്കാം. അപ്പോൾ ഈ വലിയ ബോക്സിൽ ആകെ 3 ബോക്സാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, ഒരു വലിയ ബോക്സ്, പിന്നെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ബോക്സ്. അതിലൊക്കെ ആയിരിക്കും ടൈല് ബ്ലേഡൊക്കെ വരുന്നത്. അപ്പോൾ ഇവനെ നമ്മളിങ്ങനെ തുറക്കാൻ നേരത്ത് ഗൈസ്, അപ്പോൾ നമ്മൾ ബ്ലേഡ് വെക്കുന്ന മൗണ്ട് ഉണ്ട് അവിടെ ഇരിക്കട്ടെ. യെസ്,
കണ്ടോ ടെയിലിന്ന് ലാൻഡിങ് ഗിയർ. ഗൈസ് ലാൻഡിങ് ഗിയർ ആണിത് ഗൂസ്കീൻ്റെ. നൈസ്. ഇതാണ് നമ്മുടെ ബോഡി. നമ്മൾ വൈറ്റാണ് വാങ്ങിയത്, നമ്മൾ മാറ്റി നമ്മൾ യെല്ലോയും പല കളറൊക്കെ ആക്കും. എന്തായാലും വേറെ എന്താ പറയുക കനോപ്പിയൊക്കെ എടുക്കുന്നുണ്ട്. കണ്ടോ RS4 ഗൂസ്കി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇത് കണ്ടോ, ഇതൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാനുള്ള പാർട്സാണ്. ഹെലികോപ്റ്റർ ഒരിക്കലും എന്താ പറയുക ഇങ്ങനെ കിറ്റ് മറ്റേ ഫുൾ ബിൽഡായിട്ടല്ല വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് കൊണ്ടുവന്ന് നമ്മളിത് ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്യുമ്പോൾ പോലും എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ ക്രാഷിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവൻ എടുക്കാം. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു ഇത് പ്ലഗ് ആൻഡ് പ്ലേ PNP വെർഷനാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇലക്ട്രോണിക്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമ്മുടെ RS4 വെനത്തിൽ ഈ പറഞ്ഞ പോലെ ഇലക്ട്രോണിക്സ് സെർവോസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ESC അതേപോലെ എന്താ പറയുക ഫ്ലൈ ബാർലെസ് കൺട്രോളർ കാര്യങ്ങളൊന്നും വരുന്നില്ല. കണ്ടോ ഇതിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ESC അതായത് ഗൂസ്കി ബ്രാൻഡിന് തന്നെ 70 ആമ്പിൻ്റെ ESC വരുന്നുണ്ട്. 6S ആണ് സംഭവം. ഓക്കെ, പിന്നെ ഇതേ ഗൂസ്കീൻ്റെ ഫ്ലൈ ബാർലെസ് കൺട്രോളർ വരുന്നുണ്ട്. ഇതാണ് സംഭവം. പിന്നെ അതെ ഇതിൻ്റെ മെയിൻ ടെയിൽ സെർവോ. ഇതാണ് ടെയിൽ സെർവോ. ഇത് 3 സൈക്ലിക് സെർവോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഇത് തുറന്നു കഴിഞ്ഞാൽ വേറൊരു സാധനം കാണിച്ചു തരാം. ഇതിൻ്റെ മെയിൻ സാധനം, ഇതിൻ്റെ പവർ സാധനം കാണിച്ചു തരാം. ഗൈസ് ഇതിരിക്കുന്നത് ഇത് ഇതിൻ്റെ ബ്ലൂടൂത്ത് മോഡ്യൂൾ കേട്ടോ. ഇത് കണക്ട് ചെയ്തിട്ട് വേണം നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ. ഇത് നമ്മൾ അതിനകത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണിൽ ഇങ്ങനെ പ്രോഗ്രാം ചെയ്യാം. ഓക്കെ, സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. യെസ് ഗൈസ്, ഇതാണ് നമ്മൾ മറ്റേ അയൺമാൻ്റെ ഹാർട്ടൊക്കെ കാണുന്ന പോലെ ആ ഒരു സെറ്റപ്പ് അല്ലേ. ഇത് കണ്ടോ, ഇതിങ്ങനെ നേരെ നമ്മുടെ ESC കണ്ടോ ഇവിടെ കണക്ട് ചെയ്യാനൊക്കെ ഉള്ളതാണ്. ഒരു രക്ഷയില്ലാത്ത പവറായിരിക്കും കേട്ടോ. ഇത് ഡയറക്റ്റ് ഡ്രൈവാണ്, അതായത് വേറെ ഗിയേഴ്സോ കാര്യങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് ഡ്രൈവാണ്. അതായത് ഗൂസ്കി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നൈസ്. കൊള്ളാം. നമുക്കിനി ഇവനൊന്ന് ബിൽഡ് ചെയ്യണം, ആ ഒരു ടാസ്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ലാസ്റ്റ് ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബോക്സിലുള്ള ഒരു സാധനമാണ്. അതായത് എൻ്റെ ഒപ്പം ഒരു ബാറ്ററി കിട്ടും. ഓക്കെ, അതായത് ഈ ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂസ്കീൻ്റെ തന്നെ ഐ തിങ്ക് 70 C ഡിസ്ചാർജിങ് റേറ്റ് ഉള്ള ബാറ്ററി ആയിരിക്കും. നോക്കട്ടെ, ഗൈസ് 70 C ഡിസ്ചാർജിങ് റേറ്റ് ഉള്ള ബാറ്ററിയാണ്. ഇത് 800 mAh ആണ്. ബാറ്ററി നമുക്ക് എന്തായാലും ഇനി പർച്ചേസ് ചെയ്യണം. എന്തായാലും ഒരു 3-4 ബാറ്ററിയും കൂടി വേണം. കാരണം നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് പ്രാക്ടീസും ട്രെയിനിങ്ങിനൊക്കെ പോകാൻ നേരത്ത് ബാറ്ററീസ് വേണം. കാരണം 3-4 മിനിറ്റ് കൊണ്ട് ഹെലികോപ്റ്റർ ഡൗൺ ആവും, ബാറ്ററി തീരും. അപ്പോൾ അതാണ് മെയിൻ സംഭവം. ഹെലികോപ്റ്റർ ആൾക്കാർ ചോദിക്കുമ്പോഴത്തേക്കും ഇത് 10-20 മിനിറ്റ് പറക്കില്ല എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇല്ല ഗൈസ്, ഈ ഹൈ പെർഫോമൻസ് സാധനമാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. അപ്പോൾ അത്രയും പവർ വരുമ്പോൾ കുറച്ചൊക്കെ പറക്കുള്ളൂ. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ ടെയില്, ഇതാണ് അതിൻ്റെ ബ്ലേഡ്. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ ഗൂസ്കിൻ്റെ ബോക്സിൽ. ഓക്കെ ഗൈസ്, നമ്മളടുത്തത് നമ്മുടെ പുതിയ LHN ടെസ്റ്റ് പുറത്തോട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ താഴെ എന്തൊക്കെയോ കണ്ടിട്ടുണ്ടാവും. ഇത് കണ്ടോ, മൊത്തം RC കാറാണ്. നമ്മുടെ ക്രോളർ ഇരിക്കുന്നു, വേറെ വണ്ടികളിലിരിക്കുന്നു. ഇത് രണ്ടും നമ്മുടെ കേട്ടോ, ഇത് വേറെ ആൾക്കാർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെയിം കളറാണ്, ഒരു വ്യത്യാസമില്ല. ഒരു ഗ്രീൻ യെല്ലോ കളറ് അടിപൊളിയാണ്. സെറ്റ് ചെറുതാണെങ്കിലും ഉണ്ടല്ലോ പവർ മാരൊക്കെ പവറാണ്, ഒരു രക്ഷയില്ലാത്ത പവറാണ്. കാരണം ഇത് മര്യാദ പഠിച്ചിട്ട് ചെയ്തില്ലെങ്കിൽ ഇത് മതി നമ്മുടെ കയ്യും മുഖമൊക്കെ കീറിക്കളയാൻ. അപ്പോൾ അതുപോലെ നമ്മൾ DXC 6C പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ റിമോട്ട്. നമ്മുടെ NX8ഉം ഇതും വെച്ച് നോക്കുമ്പോൾ എന്താണ് സെറ്റപ്പ് നമുക്ക് നോക്കാം. ആണ് ഇത് ഭയങ്കര ഒരു കോമ്പാക്റ്റ്, ഭയങ്കര നൈസ്, കൊള്ളാം. എനിക്ക് തോന്നുന്നു തൂക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒപ്പം വള്ളി കിട്ടിയില്ല നമുക്ക് നെക്കിലിടുന്ന. പക്ഷെ നമ്മുടെ NX8ൻ്റെ ഒപ്പം കിട്ടി. കാരണം ഇതിന് വില വ്യത്യാസമുണ്ട്. ഇതിന് ഏകദേശം 50,000 രൂപ അടുത്ത്, അറൗണ്ട് 50,000 രൂപ ആയിരുന്നു നമുക്ക് വിത്ത് റിസീവർ അടക്കം. ഇതിലും വിത്ത് റിസീവർ വരുന്നുണ്ട്, കൂടുതൽ ബാറ്ററി, പിന്നെ അതുപോലെ നോർമൽ 6 ചാനലിൻ്റെ ഒരു സ്പെക്ട്രം റിസീവർ വരുന്നുണ്ട്, AR620 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പക്ഷേ വള്ളികളും സ്റ്റിക്കേഴ്സൊന്നും കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 2 റിമോട്ട്. ഗൈസ്, അവിടെ NX8 ഇവിടെ ഇരിക്കട്ടെ, ഇതും അവിടെ ഇരിക്കട്ടെ.
യെസ് ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മൾ RS4 ബിൽഡ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്ന സമയം ഏകദേശം ഒരു 10:30 ആയിട്ടുണ്ടാവും രാത്രി. അപ്പോൾ ഞാൻ രാത്രി ഇരുന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ അതെ മാനുവൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്കിനി കുറച്ച് കാര്യങ്ങൾ അതൊക്കെ ഒന്ന് ഒതുക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഗ്രീസും ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ ത്രെഡ് ലോക്ക് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് മാനുവൽ നോക്കി ഓരോരോ സാധനങ്ങൾ, കാരണം ഇതിന് ഓരോരോ മോഡൽ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടോ. ഓരോ ബാഗിന് ഓരോ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ആ നമ്പർ നോക്കി ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് ഇത് ബിൽഡ് ചെയ്യാന്ന് പറയുന്നത് ഒരു കിട്ടില്ല പ്രോസസ്സാണ്. കിളി പോവും, നന്നായിട്ട് ചെയ്യണം, സമയമെടുക്കും. ഇത് ബിൽഡ് ചെയ്ത് പെട്ടെന്ന് പറത്താനുള്ളതാണ്. പക്ഷേ നമ്മൾ ഹെലികോപ്റ്റേഴ്സ് ബിൽഡ് ചെയ്യുമ്പോൾ ധൃതി ഒന്നും കാണിക്കില്ല, കാരണം മാക്സിമം സമയം എടുത്ത് ചെയ്യുക. കാരണം അതിൻ്റെ ഒരു സ്ക്രൂ മിസ്സായാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ത്രെഡ് ലോക്ക് ഇടാൻ മറന്നാലോ മതി, അത് ക്രാഷിലോട്ട് പോകും, ഇത്രയും വിലയുള്ള സാധനങ്ങൾ പോകും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഗൂസ്കി S2ൻ്റെയും RS4ൻ്റെയും വില അറിയാനായിരിക്കും ആൾക്കാർക്ക് ഇഷ്ടം. ഇത് അറൗണ്ട് ഏകദേശം 55,000 to 60,000 അതിൻ്റെ ഇടയിൽ നമുക്കിവിടെ ഇന്ത്യയിൽ റേറ്റ് വരുന്നതാണ് നമ്മുടെ ഗൂസ്കി ലെജൻഡ് S2 എന്ന് പറയുന്ന മോഡൽ. ഓക്കെ, പിന്നെ നമ്മുടെ RS4 വരുമ്പോഴത്തേക്കും അറൗണ്ട് 75,000 80,000 അങ്ങനെ ആ ഒരു റേഞ്ചിലോട്ട് പോകും. അത് നമ്മുടെ ഷിപ്പിംഗ് ചാർജും ചിലപ്പോൾ ഡ്യൂട്ടി, കസ്റ്റം ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ റേറ്റ്. ഇതെല്ലാം വിത്തൗട്ട് റിമോട്ടാണ്. റിമോട്ടൊക്കെ നമ്മൾ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യണം. റിമോട്ടും കൂടി വരുമ്പോഴത്തേക്കും ഈ പ്യൂർ റിമോട്ട് വാങ്ങുകയാണെങ്കിൽ എക്സ്ട്രാ 50,000 രൂപ, അപ്പോൾ ഏകദേശം 1 lakh സംതിങ് ആവും ഈ ഒരു ഹെലികോപ്റ്റർ ഫുള്ള് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ ബാറ്ററി നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം. ബാറ്ററിയുടെ റേറ്റ് വേറെ, ചാർജറിൻ്റെ റേറ്റ് വേറെ, അങ്ങനെ ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് കിട്ടില്ല ഹെലികോപ്റ്റർ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഗൂസ്കി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിത്ത് റിമോട്ടായിട്ടും കിട്ടും. അത് അറൗണ്ട് ഈ പറഞ്ഞ പോലെ 60,000 രൂപ അല്ലെങ്കിൽ അതിൻ്റെ താഴെ 60,000 റേഞ്ചിലൊക്കെ ചിലപ്പോൾ വിത്ത് റിമോട്ടായിട്ട് കിട്ടുമായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസിൽ കാണാം, അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഗൈസ്, ബൈ.